രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് മണ്ഡലത്തിലെത്തിയത് സംസ്ഥാന ജില്ലാ നേതാക്കളുടെ മൗന അനുവാദത്തോടെ. മണ്ഡലത്തിൽ പോകുന്നതാണ് ഉചിതമെന്ന് നേതാക്കൾ അറിയിച്ചു. പരസ്യ പിന്തുണ നൽകാൻ കഴിയില്ലെന്നും നേതാക്കൾ നിർദ്ദേശിച്ചതായി വിവരമുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കേൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയപ്പോൾ തന്നെ അതിൻ്റെ സൂചനകളുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാക്കളുമായി, അതായത് സംസ്ഥാന നേതാക്കളുമായും ജില്ലാ നേതാക്കളുമായി പാലക്കാട് എത്തുന്നതിന് മുൻപ് തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ എത്താം, അതായത് പാലക്കാട് എത്തുന്നതിൽ വിരോധമില്ല, അത്തരത്തിൽ പാലക്കാട് പോയി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്ന് സംസ്ഥാന നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. പാലക്കാട് പോയി പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് സംസ്ഥാന നേതാക്കളടക്കമുള്ളവർ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ പാലക്കാട് എത്തിയത്. എന്തായാലും പ്രാദേശികമായി ലഭിക്കുന്ന പിന്തുണ, തനിക്കെതിരെയുള്ള എതിർപ്പുകൾ അത് കുറയ്ക്കുമെന്നുള്ളൊരു സൂചന രാഹുൽ മാങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രാദേശികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ വിവിധ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുകയും ചെയ്തത്. എന്തായാലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ നീക്കം. കഴിഞ്ഞ ദിവസം ആദ്യം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഘട്ടത്തിൽ നിയമസഭയിൽ എത്തിയപ്പോൾ വിവിധ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിമർശിച്ചെങ്കിലും രാഹുൽ MLA എന്നുള്ള ചുമതല അത് വഹിക്കുന്നതിൽ തെറ്റില്ല, അത് വഹിക്കാതിരിക്കാൻ കഴിയില്ല, MLA എന്ന ചുമതല വഹിക്കരുതെന്ന് പറയാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ് KPCC അധ്യക്ഷനും UDF കൺവീനറും അടക്കമുള്ളവർ എടുത്തത്. എന്തായാലും അവരുടെ എല്ലാം ഒരു മൗന സമ്മതം രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് പ്രവർത്തിക്കുന്നതിനും പാലക്കാട് എത്തി തുടർ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പരസ്യ പിന്തുണ നൽകാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം അവർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.